ನಾನು ಒಂದು കണ്ടേ ബർത്തീവി. ഈ കന്നഡ പഠിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ, രക്ഷയില്ല. ഇപ്പൊ ബാംഗ്ലൂർ വന്നിട്ടും കന്നഡ ഇതുവരെ ഫ്ലുവൻ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മുടെ സമം വരട്ടെ, നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി. ഓരോ വാക്ക് എന്താ സമം എന്താ ശരിക്കും? സമം ഇതാണ്. പിന്നെ മലയാളത്തിൽ നമ്മൾ ഇപ്പം ഒരു വാക്ക് സെർച്ച് ചെയ്യുക, അതിൻ്റെ കന്നഡ വേണം. അപ്പം കടുകിൻ്റെ കന്നഡ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. എന്താ അപ്പം ആ കടുക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ കടുക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കന്നഡ, തമിഴ്, തെലുങ്ക് വരും. ഇതെങ്ങനെയാ വാക്കുകളൊക്കെ കിട്ടിയത്? വാക്കുകൾ കിട്ടിയത് എങ്ങനെയാ? അതല്ലേ ഈ ഉള്ളി ഉണ്ടാക്കിയതാണ്. 25 കൊല്ലം ആളിരുന്ന് ആ ബുക്ക്. ആരാള്? ഞാറ്റിലെ ശ്രീധരൻ. നമുക്കൊന്ന് പുള്ളിനെ കണ്ടാലോ? പുള്ളി ഇവിടെ ഉണ്ടോ? പിന്നെ ഇവിടെ ഉണ്ടല്ലോ. പോവാം. നമസ്കാരം. ശ്രീധരേട്ടാ, ഇത് മറ്റൊരു ശ്രീധരനാണ്. ഇതെങ്ങനെയാ ഇത്രയും വാക്കുകൾ നമ്മൾ കളക്ട് ചെയ്തൊക്കെ എങ്ങനെയാണ്? കന്നഡത്തിലൊരു വാക്ക് കണ്ടാൽ ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ കന്നഡ നിഘണ്ടു നോക്കും. എന്നിട്ട് അതിങ്ങനെ കുറിച്ച് ഒരു ലെഡ്ജറിൽ ഇങ്ങനെ കുറിച്ച് വെക്കും. അങ്ങനെയാണ് ഈ 15,000 വാക്കുകൾ ഞാൻ കുറിച്ച് വെച്ചത്. എത്ര ഭാഷയുണ്ട് ഇതിൽ? നമ്മൾ 4 ഭാഷ. ഏതൊക്കെയാ? തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പദങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട്. പത്രങ്ങളും ആനുകാലികളും വായിച്ച് ആ വാക്കുകൾ അതത് ഭാഷകളിൽ നിഘണ്ടു നോക്കി അർത്ഥം ശരിയാണോ എന്ന് നോക്കി അതിന് ശേഷം പിന്നെ ഒന്ന് ഞാനിതിൽ ഇതിലിങ്ങനെ കുറിച്ച് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഈ ഡിക്ഷണറി ഉണ്ടാക്കുന്നത് വെറും ഡിക്ഷണറി നോക്കിയിട്ടും വായിച്ചിട്ടും മാത്രമല്ല, ചില നമുക്കറിയാം, എത്ര നിങ്ങൾ അന്വേഷിച്ചാലും അറിയാത്ത ചില കൊളോക്കൽ വേർഡ്സ് ഉണ്ടാവും. ആ കൊളോക്കൽ വേർഡ് നാട്ടുകാരോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. ഇതിപ്പോ ഡിജിറ്റലാക്കാണല്ലോ അങ്ങയുടെ എഫേർട്ട്. അപ്പോൾ അതെങ്ങനെയാ കാണുന്നതിന്? ഡിജിറ്റലാക്കുന്നത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെ. അതിൽ അവരെ സമ്മതിക്കണം. ദ്രാവിഡ ഭാഷകൾ മാത്രമല്ല, ഇംഗ്ലീഷും മലയാളവും നമ്മൾ ഈ സമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിന് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കുമാരക്കുറുപ്പ് സാറാണ്. സാറ് ബോംബെയിൽ സെറ്റിൽഡാണ്. 2004 തുടങ്ങിയത്. അത് ആദ്യം ഒരു ഹോബി എന്ന നിലയ്ക്ക് മറുവാക്ക്, മറ്റൊരു ജോലിയുടെ ഭാഗമായിട്ട് ചില വാക്കുകൾ നമ്മൾ എങ്ങനെ മറുവാക്ക് കണ്ടുപിടിക്കാം, ഒരു വാക്കിന് പകരം മറ്റൊന്ന് എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ അങ്ങനെ അത് ഒരു ഹോബി എന്ന നിലയ്ക്ക് തുടങ്ങിയതാണ്. പിന്നീടാണ് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തത്. പിന്നെ ഒരു സ്ട്രക്ചേർഡ് ഫോമിൽ കൊണ്ടുവന്നിട്ട് തസറസ് രൂപത്തിലാക്കിയെടുത്തത്. അപ്പോൾ ഇതുവരെ ഈ പദസമ്പത്തൊക്കെ കണ്ടെത്തിയ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഇതെല്ലാം എങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ശ്രീധരേട്ടൻ്റെ നിഘണ്ടുവിൽ എല്ലാ വാക്കുകളും മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്കുകളെല്ലാം അതാത് ലാംഗ്വേജ് ലിപികളിലേക്ക്, അതായത് കന്നഡ ലിപിയിലേക്കും തമിഴ് ലിപിയിലേക്കും തെലുങ്ക് ലിപിയിലേക്കും മാറ്റി അത് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് പ്രവർത്തകരുടെ സഹായത്തോടു കൂടി അതാത് ലിപികളിലേക്കും ട്രാൻസ്ലിറ്ററേറ്റഡ് ഇംഗ്ലീഷിലേക്കും, എന്നാലേ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അത് ഉപകരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാം കിട്ടും. നമ്മളിപ്പം samon.net എന്ന പേരിൽ വെബ്സൈറ്റായിട്ട് അവൈലബിൾ ആണ്. ഇനി അതിനുശേഷം അത് ഒരു മൊബൈൽ ആപ്പായിട്ടും നമ്മൾ ഇറക്കാനുള്ള പദ്ധതിയുണ്ട്. ഭാഷകൾ പഠിക്കേണ്ടവർക്ക്, പ്രത്യേകിച്ച് ദ്രാവിഡ ഭാഷകൾ പഠിക്കേണ്ട ആളുകൾക്കൊക്കെ എളുപ്പത്തിൽ പോലെ കന്നഡയൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ കന്നഡ പഠിക്കാനത് ഉപകരിക്കുമെന്നാണ് ജിസോ പറയുന്നത്. ഏതായാലും ഇതൊരു വലിയൊരു എഫേർട്ട് തന്നെയാണ്. ഏതാണ്ട് ഒരു 10 ലക്ഷത്തിലധികം വാക്കുകൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾപ്പെടെ വരിക എന്നുള്ളത്. ഏതായാലും എല്ലാവിധ ആശംസകളും. നന്ദി.